ഇപ്പോൾ പാലക്കാട്ടെ CPIM വിമതരുടെ കൺവെൻഷനിലേക്ക് PK ശശി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദശാബ്ദങ്ങളോളം പാലക്കാട്ട് CPIMന് നേതൃത്വം നൽകിയിരുന്ന PK ശശി ഇപ്പോൾ വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. വിമതരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി PK ശശി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ് നവാസ്, PK ശശി കൺവെൻഷനിലേക്ക് എത്തുകയാണ്. വിമത നീക്കങ്ങൾക്ക് ആക്കം പകരുന്ന നടപടിയാണ്. CPIMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയ ആവേശത്തോടെയാണ് മുൻ MLAയും KPDCയുടെ മുൻ ചെയർമാനുമായ PK ശശിയെ പ്രവർത്തകർ ഇവിടെ കൺവെൻഷൻ വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം PK ശശിയാണ് ഈ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന പേരിലാണ് ഇവർ ഈ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. പാലക്കാട്ടെ CPIM വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനായി PK ശശി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ചന്ദ്രനഗർ ശ്രീ പാർവതി കല്യാണ മണ്ഡപത്തിലാണ് ഈ കൺവെൻഷൻ ആരംഭിക്കുന്നത്. CPIMുമായി ഇടഞ്ഞു നിന്ന് KTDC കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു PK ശശി അടുത്തിടെ. ഇപ്പോൾ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. CPIM സമ്മേളനങ്ങളുടെ അതേ രീതിയിൽ തന്നെയാണ് CPIM വിമതരും ഈ സമ്മേളന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 1000-ഓളം CPIM വിമതർ ഈ കൺവെൻഷനിലെത്തുമെന്നാണ് ഈ സംഘാടകർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്നു. ഷാരിഖ് നവാസ്, എന്തൊക്കെയാണ് ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ CPIMലെ വിമതരും അതുപോലെ തന്നെ CPIMൽ നിന്ന് വിട്ടുപോയ ആളുകളും ചേർന്ന് മുൻ MLAയും KTDC മുൻ ചെയർമാനുമായ PK ശശിയെ വിമത കൺവെൻഷൻ വേദിയിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇവർ ഈ PK ശശിയെ സ്വീകരിക്കുന്നത്. വലിയ ആൾക്കൂട്ടം തന്നെ ഈ പ്രവർത്തക കൺവെൻഷൻ വേദിയിൽ ഇപ്പോൾ തടിച്ചുകൂടി കഴിഞ്ഞു. സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രവർത്തകരാണ് ഈ കൺവെൻഷൻ വേദിയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ പ്രവർത്തക കൺവെൻഷൻ PK ശശി ഉദ്ഘാടനം ചെയ്യും. PK ശശി ഏറെ നാളായി CPIMൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ബ്രാഞ്ച് അംഗമായി തരം താഴ്ത്തിയതിനെ തുടർന്ന് 2 വർഷത്തോളമായി PK ശശി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ PK ശശി CPIM ബന്ധം 40 വർഷത്തോളമുള്ള CPIM ബന്ധം ഉപേക്ഷിച്ച് ഇപ്പോൾ വിമത കൺവെൻഷന്റെ ഭാഗമായി വേദിയിൽ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഈ കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അത്തരത്തിൽ ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ ഭാഗമാവുകയാണെങ്കിൽ UDFന്റെ ഭാഗമായി ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉൾപ്പെടെ മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത PK ശശി കോൺഗ്രസ് നേതാക്കളുമായി ഇതിനകം പങ്കുവച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളുമായും ആശയവിനിമയം നടത്തി കഴിഞ്ഞു. അപ്പോൾ PK ശശി ഇപ്പോൾ വേദിയിലിരിക്കുന്നു. അല്പസമയത്തിനകം ഇപ്പോൾ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 100 കണക്കിന് പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ തന്നെ ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ചിറ്റൂർ മണ്ഡലത്തിലുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ. പാലക്കാട്ടെ CPIM വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി KTDCയുടെ മുൻ ചെയർമാൻ PK ശശി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാലക്കാട് ചന്ദ്രനഗറിലെ കല്യാണ മണ്ഡപത്തിൽ അവിടെ CPIM പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ വിമത കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.